ലോകത്തിലെ ഏറ്റവും വലിയ ചില ഫാക്ടറികളിൽ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന അദൃശ്യ തൊഴിലാളികളുണ്ട്. ലോകത്ത് പ്രതിവർഷം 900 മില്യൺ ടണ്ണിലധികം പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇന്ന് ഡയറി ഫാമിംഗും ഒരു വലിയ വ്യവസായമായി മാറിയിരിക്കുന്നു. ഇവയെല്ലാം ഭാവിയിലെ ഭക്ഷ്യ സാങ്കേതിക വ്യവസ്ഥകളായി വളരുകയാണ്. ഈ അദൃശ്യ ജീവികൾ ട്രില്യൺ കണക്കിന് നമ്മുടെ ശരീരത്തിനുള്ളിൽ അധിവസിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ചില ഫാക്ടറികളിൽ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന അദൃശ്യ തൊഴിലാളികളുണ്ട്. പക്ഷേ അവർക്ക് ശമ്പളമില്ല, ഉറക്കമില്ല, യൂണിയനില്ല, സ്ട്രൈക്കില്ല. അവരാണ് പാൽ ഉൽപ്പന്ന വ്യവസായങ്ങളുടെ അദൃശ്യ ബാക്ക്ബോൺ. മനുഷ്യൻ്റെ ആഹാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് പാലും പാലുൽപ്പന്നങ്ങൾ. ലോകത്ത് പ്രതിവർഷം 900 മില്യൺ ടണ്ണിലധികം പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദക രാജ്യം ഇന്ത്യയാണ്. അതിനുശേഷം അമേരിക്ക, ചൈന, പാകിസ്ഥാൻ, ബ്രസീൽ, ന്യൂസിലാൻഡ്. ഡയറി വ്യവസായം ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ വ്യവസായങ്ങളിലൊന്നാണ്. പശുവിനും എരുമയ്ക്കും മറ്റ് പാൽ തരുന്ന മൃഗങ്ങൾക്കും പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതിനു വേണ്ടത് വെള്ളം, ഭക്ഷണം, പരിപാലനം, മരുന്ന്. ഇന്ന് ഡയറി ഫാമിംഗും ഒരു വലിയ വ്യവസായമായി മാറിയിരിക്കുന്നു. ഇന്ന് പാലിനേക്കാൾ കൂടുതൽ പാൽ ഉൽപ്പന്നങ്ങളാണ് ലോകം ഉപയോഗിക്കുന്നത്. അതിനാലാണ് പാൽ സംസ്കരണവും പാൽ ഉൽപ്പന്ന നിർമ്മാണവും ഒരു ഭീമൻ വ്യവസായമായി മാറിയത്. ഇപ്പോൾ ഈ പാൽ വ്യാവസായിക ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ ടാങ്കറുകളിലായി പാൽ ഫാക്ടറികളിലേക്ക് എത്തുന്നു. ആദ്യം പാൽ പാസ്ചറൈസ് ചെയ്യപ്പെടുന്നു. നിയന്ത്രിത താപനിലയിൽ സംസ്കരിച്ച് സ്ഥിരത ഉറപ്പാക്കുന്നു. ഇവിടെ നിന്നാണ് യഥാർത്ഥ വ്യവസായ രഹസ്യങ്ങൾ ആരംഭിക്കുന്നത്. പാസ്ചറൈസ് ചെയ്ത പാൽ നേരിട്ട് ഉൽപ്പന്ന നിർമ്മാണത്തിലേക്ക് പോകുന്നില്ല. ആദ്യം അതിൻ്റെ ഘടന നിയന്ത്രിക്കുന്നു. അതിലെ കൊഴുപ്പ് ഭാഗങ്ങൾ വേർതിരിക്കുന്നു. ഈ പ്രോസസ്സിനെ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നു. വേർതിരിച്ചെടുത്ത ഈ ഫാറ്റ് വെണ്ണ, ചീസ്, മറ്റ് ഹൈ വാല്യൂ ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്നു. ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ തൈര്, പാൽപ്പൊടി, പ്രബയോട്ടിക് ഉൽപ്പന്നങ്ങൾ ഇവയിലേക്ക് മാറ്റപ്പെടുന്നു. ഇനി ഈ ഫാക്ടറികളിൽ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ആ തൊഴിലാളികളെ പരിചയപ്പെടാം. മനുഷ്യന് കണ്ണുകൊണ്ട് കാണാനാവാത്ത അദൃശ്യ ജീവികൾ. അവരാണ് ഈ വ്യവസായങ്ങളുടെ യഥാർത്ഥ ബാക്ക്ബോൺ. പല പ്രധാനപ്പെട്ട പാലുൽപ്പന്നങ്ങളും ഈ സൂക്ഷ്മജീവികളുടെ സഹായമില്ലാതെ നിർമ്മിക്കാൻ കഴിയില്ല. ബാക്ടീരിയ, ഫംഗസ് എന്നൊക്കെ കേൾക്കുമ്പോൾ പലരും കരുതും അവ അപകടകാരികളാണെന്ന്. എന്നാൽ അവ ഇല്ലാതെ നമ്മുടെ നിലനിൽപ്പില്ല. ഇവയിലെ അപകടകാരികളെക്കാൾ വളരെ കൂടുതലാണ് സഹായകാരി. അവ നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ ശരീരത്തിലും നമ്മോടൊപ്പം സഹവസിക്കുന്നു. പാൽ ഉൽപ്പന്നങ്ങളിൽ ഓരോ ഉൽപ്പന്നത്തിനും വ്യത്യസ്ത ജീവികളെയാണ് ഉപയോഗിക്കുന്നത്. ഒരു തൈരിന് വേണ്ട ബാക്ടീരിയ അല്ല ചീസിന് വേണ്ടത്. ടെക്സ്ചർ, ടേസ്റ്റ്, അസിഡിറ്റി, അരോമ, ഫെർമെൻറ്റേഷൻ സ്പീഡ്, ഷെൽഫ് ലൈഫ് ഇവ നിയന്ത്രിക്കാൻ വിവിധ ബാക്ടീരിയകളെയും ചില പ്രത്യേക ഫംഗസുകളെയും മറ്റ് സൂക്ഷ്മജീവികളെയും പാൽ ഉൽപ്പന്ന ഫാക്ടറികളിൽ വളർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇവയെ മൈക്രോബിയൽ കൾച്ചർ അല്ലെങ്കിൽ മൈക്രോബിയൽ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നു. നമ്മുടെ വീട്ടിൽ തൈരുണ്ടാക്കുമ്പോൾ ചേർക്കുന്ന ഉറയാണ് ഇതിൻ്റെ ആദ്യ രൂപം. ഈ ഉറയിൽ ബാക്ടീരിയ കൾച്ചർ അടങ്ങിയിരിക്കുന്നു. ഒരു തൈരിൽ നിന്നുള്ള മൈക്രോബിയൽ കൾച്ചർ അടുത്ത തൈരിലേക്ക് കൈമാറപ്പെടുന്നു. പക്ഷെ ഫാക്ടറികളിൽ അങ്ങനെയല്ല. ഇവിടെ പ്രത്യേക ലാബുകളിൽ തൈരിനും ചീസിനും പ്രോബയോട്ടിക്കിനും ഒക്കെയുള്ള വ്യത്യസ്ത ബാക്ടീരിയകളെയും ചില പ്രത്യേക ഫംഗസുകളെയും വളരെ നിയന്ത്രിത സാഹചര്യങ്ങളിൽ വളർത്തുന്നു. വേർതിരിച്ചും ഒറ്റയായും വിവിധങ്ങളെ കൂട്ടിച്ചേർത്തും ഓരോ ഉൽപ്പന്നത്തിൻ്റെയും ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഈ തൈര് നിർമ്മിക്കാൻ ആവശ്യമായ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകളെ പാലിലേക്ക് ചേർക്കുന്നു. അവ പാലിലെ ലാക്ടോസിനെ ലാക്റ്റിക് ആസിഡാക്കി മാറ്റുന്നു. അങ്ങനെ പാൽ തൈരായി മാറും. അതായത് നമ്മളിൽ പലരും അപകടകാരികളായി മാത്രം കരുതുന്ന ചില ബാക്ടീരിയകൾ പാലിനെ തൈരാക്കി നമുക്ക് തരുന്നു. മുതിർന്ന പലർക്കും പാൽ ദഹിക്കാതെ വരുമ്പോൾ പോലും ഈ ബാക്ടീരിയകൾ പാലിനെ കൂടുതൽ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രൂപത്തിലേക്ക് മാറ്റുന്നു. നേരത്തെ വേർതിരിച്ചെടുത്ത ഫാറ്റ് ഭാഗങ്ങളിൽ നിന്നാണ് വെണ്ണയും ചീസും നിർമ്മിക്കുന്നത്. ഇവിടെയും അതിനനുയോജ്യമായ പ്രത്യേക ബാക്ടീരിയൽ കൾച്ചറുകൾ ഉപയോഗിക്കുന്നു. ചില ചീസുകൾക്ക് പ്രത്യേക ഫംഗൽ സ്ട്രെയിനുകളും ഉപയോഗിക്കുന്നു. ഇപ്പോൾ പാൽപ്പൊടി ഫാക്ടറിയിലേക്ക് പോകാം. ഇവിടെ പാലിലെ ജലാംശം നീക്കം ചെയ്യുന്നു. ഭീമൻ സ്പ്രേ ഡ്രൈയിങ് ടവറുകളിലൂടെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ശേഷം അതിനെ സ്പ്രേ ഡ്രൈ ചെയ്ത് പാൽപ്പൊടിയായി മാറ്റുന്നു. വളരെയേറെ ശ്രമകരമായ ഒരു എഞ്ചിനീയറിംഗ് പ്രോസസ്സാണിത്. ഇന്ന് ഡയറി വ്യവസായം തൈരിലും ചീസിലും പാൽപ്പൊടിയിലും മാത്രം അവസാനിക്കുന്നില്ല. പ്രൊബയോട്ടിക്സ്, ഫെർമെൻറ്റഡ് ന്യൂട്രീഷൻ, മൈക്രോബിയൽ ഫുഡ്സ് ഇവയെല്ലാം
ഭാവിയിലെ ഭക്ഷ്യ സാങ്കേതിക വ്യവസ്ഥകളായി വളരുകയാണ്. ശേഷം ഈ ഉൽപ്പന്നങ്ങൾ ശീതീകരിച്ച ട്രക്കുകളിലൂടെ ലോകമെമ്പാടും എത്തുന്നു. ഈ അദൃശ്യ സൂക്ഷ്മജീവികൾ പ്രതിദിനം കോടിക്കണക്കിന് മനുഷ്യരുടെ ഭക്ഷണത്തിലൂടെ മനുഷ്യൻ്റെ വായിലേക്കും വയറ്റിലേക്കും പ്രവേശിച്ച് അവിടെയും നമുക്കായി പ്രവർത്തിക്കുന്നു. അതെ, ഈ അദൃശ്യ ജീവികൾ ട്രില്യൺ കണക്കിന് നമ്മുടെ ശരീരത്തിനുള്ളിൽ അധിവസിക്കുന്നു. പ്രത്യേകിച്ച് വായിലും കുടലിലും ശമ്പളമില്ലാതെ അഹോരാത്രം പ്രവർത്തിക്കുന്നു. നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, എന്നാൽ പലപ്പോഴും അവയുടെ ബാലൻസ് നാം തകർക്കുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ ഈ മൈക്രോബിയൽ ലോകത്തെ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ അദൃശ്യ ജീവികളെ ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായങ്ങൾ നിർമ്മിച്ചു. പക്ഷേ സ്വന്തം ശരീരത്തിനുള്ളിലെ അദൃശ്യ ലോകത്തെ നാം എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്, എത്രമാത്രം അവയെ സംരക്ഷിക്കുന്നുണ്ട്?